ഇവിടെ വഹാബികൾ, മുജാഹിദുകൾ പ്രഭാഷണം നടത്തുകയുണ്ടായി. എന്താണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ? അതേപോലെ തന്നെ മഹാന്മാരായ അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അവരെ ആദരിക്കുന്നതിന്റെ പ്രസക്തി, അങ്ങനെ മഹാന്മാരായ ഔലിയാക്കന്മാരെ സ്മരിക്കലും അവരുടെ മഹാത്മ്യം പറയലും, അതേപോലെ തന്നെ ഹബീബ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മീലാദാഘോഷം നടത്തലുമൊക്കെ, അതിന്റെ ആധികാരികതകളിലേക്കൊന്നും ഞാൻ ഇപ്പോൾ കടന്നു പോകുന്നില്ല. അത് വ്യക്തമായി കൊണ്ട് പഠിപ്പിക്കുന്നതിന് വേണ്ടി, വിശദീകരിക്കുന്നതിന് വേണ്ടി നാം അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഉസ്താദ് അവറുകളെ ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട്. ഈ മഹല്ലിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾ എന്ന രീതിയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പാരമ്പര്യ വിശ്വാസധാരയിൽ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം 100 വർഷങ്ങളായി കേരളത്തിൽ വഹാബി പ്രസ്ഥാനം പാവപ്പെട്ട വിശ്വാസികളുടെ വിശ്വാസത്തിനെ കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയും അല്ലാഹുവിന്റെ ഹബീബ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആലിമീങ്ങളും സാദാത്തുക്കളും പഠിപ്പിച്ചു തന്ന, പ്രവർത്തിച്ചു കാണിച്ചു തന്ന വിശ്വാസങ്ങളിൽ വിള്ളൽ സൃഷ്ടിക്കുവാൻ പുതിയ രംഗപ്രവേശവുമായി കൊണ്ട് പുത്തൻ പ്രസ്ഥാനം രംഗത്ത് വന്നത് തന്നെ നമ്മുടെ കൊടുങ്ങല്ലൂരിൽ നിന്നാണെന്നുള്ളത് നാം വളരെ വ്യക്തമായി കൊണ്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ബേക്കോട് മുഹീദ്ദീൻ ജുമാ മസ്ജിദ് മഹല്ല് പരിധി, കട്ടമ്പസാർ, ഈ പ്രദേശം നമുക്കറിയാം. കേരളക്കരയിൽ മുജാഹിദ് പ്രസ്ഥാനവും ജമാഅത്തെ ഇസ്ലാമിയും തബ്ലീഗ്, ഇങ്ങനെ എല്ലാ പുത്തൻ പ്രസ്ഥാനങ്ങളും രംഗത്ത് വരികയും അവരുടെ വിഷലിപ്തമായ ആശയങ്ങൾ സമൂഹമധ്യേ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പല ഭാഗങ്ങളിലും വിശ്വാസികള യഥാർത്ഥ പാരമ്പര്യ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന വിശ്വാസധാരയിൽ നിന്നുകൊണ്ട് വ്യതിചലിച്ചുകൊണ്ട് മഹാന്മാരെ ധിക്കരിക്കുവാനും മഹാന്മാരെ പരിഹസിക്കുവാനും മഹാനായ ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ചൊല്ലുന്ന പ്രകീർത്തന സദസ്സുകളെ ബിദ്അത്തും ശിർക്കുമായി ആരോപിക്കപ്പെട്ടപ്പോൾ ഈ കൊടുങ്ങല്ലൂരിൽ നിന്നുകൊണ്ട് പിറവിയെടുത്ത പുത്തൻ പ്രസ്ഥാനം പക്ഷേ ഈ 2016 കാലയളവ് വരെ 8 കഷ്ണമായി പൊട്ടിച്ചിന്നിച്ചിതറി നാമാവശേഷമായ ഈ മുജാഹിദ് പ്രസ്ഥാനം അവർ 8 കഷ്ണമായി ചിന്നിച്ചിതറി ജിന്നിലും ശൈത്താനിലും കടന്നുകൊണ്ട് പിടഞ്ഞിരിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സക്കറാത്തിന്റെ ഹാലിലാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന മഹാന്മാരായ ഔലിയാക്കളും ആരിഫീങ്ങളും സാദാത്തുക്കളും ആലിമീങ്ങളും പഠിപ്പിച്ചു തന്ന വിശ്വാസധാരയില് ഉറച്ചു നിന്നുകൊണ്ട് വിശ്വസിക്കുന്ന ഈ മഹല്ലത്തിലെ സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തില് വളരെ ഐക്യത്തോടുകൂടി ആദർശത്തിന്റെ വിഷയത്തിൽ മുന്നോട്ട് പോകുന്ന ഈ മഹല്ലത്തില് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ വരുമ്പോൾ ഹബീബ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകളും അവിടുത്തെ മൗലിദുകളും അവിടുത്തെ മഹത്വങ്ങളും
ഓരോ വർഷവും കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടെ വിശ്വാസികൾ പ്രവാചകരെ മഹബ്ബത്ത് വെക്കുന്നത് കാണുമ്പോൾ ഹബീബായ നബി തങ്ങളും അവിടുത്തെ സ്വഹാബത്തുൽ കിറാമും പഠിപ്പിച്ചു തന്ന തറാവീഹ് നിസ്കാരം 20 റക്അത്ത് ചുരുക്കി അത് 8 റക്അത്താക്കിയവർ ഈ 21ാം നൂറ്റാണ്ടില് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് 8 കഷ്ണമായി ചിന്നിച്ചിതറി ജിന്നിനും ശൈത്താനിനും കിടന്നുകൊണ്ട് ശൈത്താനും ജിന്നും കയറി പിടയുകയാണ്. പ്രിയമുള്ളവരെ, ഈ സക്രാത്തിന്റെ ഹാലിലാണ് നമ്മുടെ മഹല്ലത്തിൽ വന്നുകൊണ്ട് മഹാന്മാരെ പഠിപ്പിച്ചു തന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന വിശ്വാസത്തെ മഹാനായ ഓകെ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ നബറല്ലാഹു മർഖദഹു ഉസ്താദുൽ അസാതീദ് കേരളക്കരയിലെ തലയെടുപ്പുള്ള പണ്ഡിതന്മാർക്കൊക്കെ ഉസ്താദ് ഓകെ ഉസ്താദ് പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഓർത്തുപോകുകയാണ്. നമ്മിൽ ചില ആളുകൾ ഒരു വഹാബി വന്നുകൊണ്ട് പ്രസംഗിച്ചു പോകുമ്പോൾ അവരുടെ പ്രഭാഷണം കേട്ടുകൊണ്ട് അവരുടെ പാട്ടിന്റെ രീതി കേട്ടുകൊണ്ട് ഇവര് പറയുന്നതിലും ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് എന്ന് പറയുന്നതിലേക്ക് സത്യവിശ്വാസികളുടെ കൽബുകളെ മാറ്റുവാനാണ് ഇവർ ശ്രമിക്കുന്നത്. പ്രിയമുള്ളവരെ, പക്ഷേ നമുക്കറിയാം കേരളക്കരയിൽ 1921 കാലയളവുകളില് ബ്രിട്ടീഷ് വെള്ളക്കാർക്കെതിരെ ഏറനാട് വള്ളുവനാട് പാവപ്പെട്ട മുസ്ലിമീങ്ങളും ഹൈന്ദവരും തോളോട് തോളും നിന്നുകൊണ്ട് ഈ ഇന്ത്യ രാജ്യത്തിലേക്ക് അധിനിവേശം നടത്തിയ ബ്രിട്ടീഷുകാരെ ഇന്ത്യ രാജ്യത്തിൽ നിന്നുകൊണ്ട് കെട്ടുകെട്ടിക്കുന്നതിന് വേണ്ടി ഒളിപ്പോര് നടത്തുമ്പോൾ രാത്രി ഒളിച്ചോടിക്കൊണ്ട് കൊടുങ്ങല്ലൂര് എറിയാട് മണപ്പാട് കുഞ്ഞു മുഹമ്മദ് ഹാജിയുടെ തറവാട്ടിലേക്ക് ഒളിച്ചേടി ഓടി വന്ന മൗലവിയാണ് കേരളത്തിലെ മുസ്ലിമീങ്ങള് ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തില് ഇവിടെ ഐക്യസംഘം രൂപീകരിച്ചത്. പ്രിയമുള്ളവരെ, അങ്ങനെ നമുക്കറിയാം മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുഗ്രഹീത നാവിൻ തുമ്പിൽ നിന്നുകൊണ്ട് നിർഗളിച്ച വിജ്ഞാനത്തിന്റെ ദർശമുത്തുകള് പെറുക്കിയെടുത്തുകൊണ്ട് പ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുഗ്രഹീത ഹദറത്തിൽ നിന്നുകൊണ്ട് വിശുദ്ധ ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി കടന്നു വന്നത് കൊടുങ്ങല്ലൂരിലാണ്. മാലിക് ബിൻ ദീനാറും സംഘവും ഇവിടെ പഠിപ്പിച്ചു തന്ന വിശുദ്ധ ഇസ്ലാമിന്റെ കഥ. അതേപോലെ തന്നെ യമനിൽ നിന്നുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധനവുമായി കൊണ്ട് കടന്നു വന്ന മഹാന്മാരായ സദാത്തുക്കൾ, സയ്യിദന്മാർ, അമ്പറും സയ്യിദലവി തങ്ങള്, അതേപോലെ തന്നെ മഖ്ദൂമുമാർ, മഹാന്മാരായ ഉലമാക്കള്, ഇവരൊക്കെയും പഠിപ്പിച്ചു തന്ന വിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസധാര. ഇത് തെറ്റാണ്, ഇത് ശിർക്കാണ് എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. ഇത് വർഷങ്ങളായി കേരളക്കര, എനിക്കറിയാം മലപ്പുറം ജില്ലയിലെ 8 വർഷത്തോളം മലപ്പുറം ജില്ലയിൽ ഓതിപ്പടിച്ചതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് മലപ്പുറം ജില്ലയില് പാടി എല്ലാവരും ഇതിന്റെ യഥാർത്ഥ വശം പഠിച്ചു കഴിഞ്ഞു. എന്താണ് സക്രാത്തിന്റെ ഹാലില് ഈ മഹല്ലത്തിലെ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി രാജകീയ പ്രൗഢിയില മുളപ്പുറ രാജാവ് എന്ന് പറയുന്ന രാജാവ് മൗലിദ് സദസ്സ് നടത്തി. രാജകീയ പ്രൗഢിയിൽ ഹിജ്റ 300 ശേഷം. അതിനുശേഷമുള്ള കഴവുസ്താദിന്റെ വരികളൊന്നും പാടുകയില്ല. എന്നിട്ട് പാവപ്പെട്ട വിശ്വാസികളെ ഈ 2 വരികൾ പാടിക്കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തനങ്ങളും മാലയും മൗലിദുമൊക്കെയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായത്. ഇതെന്താണെന്നറിയുമോ പ്രിയമുള്ള സഹോദരങ്ങളെ? വഹാബി പ്രസ്ഥാനത്തിന്റെ പരപ്പക്കപ്പനായ നേതാവ് ഉമർ മൗലവിയുടെ മാലയാണ്. മാല, റിഫാഇ മാല,
നഫീസത്തുമാല. ഇങ്ങനെ മഹാന്മാർ ഇവിടെ പഠിപ്പിച്ചു തന്ന മഹാന്മാരുടെ പ്രകീർത്തനങ്ങൾ ആലപിക്കപ്പെടുന്ന അവരുടെ മധുഹുകളടങ്ങിയ മാലകൾ ഇവിടെ ശ്രദ്ധിക്കുക. ഇപ്പോൾ അറബിയിൽ മലയാളത്തിലുമൊക്കെ മൗലവിമാരുടെ മാല ഇറങ്ങിയിരിക്കുകയാണ്. ഇതൊക്കെ ഉസ്താദ് അവറുകൾ ഇവിടെ വിശദീകരിക്കപ്പെടും. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരന്മാരെ, ഇങ്ങനെ പുത്തൻ പ്രസ്ഥാനം കേരളക്കരയിൽ തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം 1-2 വർഷമായി ജിന്നിൽ കുടുങ്ങിക്കിടക്കാണ്. എങ്ങനെ? ഒരു മേശയുടെ വിരി വലിച്ചടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അത് വല്ല ജിന്നും ഇതിന്റെ ഉള്ളിലുണ്ടെങ്കിൽ പുറത്തു പോയിക്കോളി എന്ന് പറഞ്ഞിട്ട് അടക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മൗലവിമാർ ജിന്നിൽ കൂടി എരിഞ്ഞമർന്ന് പിടയുന്ന സാഹചര്യം. എന്തെല്ലാം വിറ്റുകളെന്നറിയോ? ഉസ്താദ് ഇവിടെ വിശദീകരിക്കും. അതേപോലെ തന്നെ ഇങ്ങനെ നമ്മെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി വരുമ്പോൾ ഒരിക്കലും 1921 കാലഘട്ടങ്ങളില് ഇവിടെ പുത്തൻ പ്രസ്ഥാനം രംഗത്ത് വരികയും പാവപ്പെട്ട വിശ്വാസികളുടെ വിശ്വാസത്തിന് വിഘ്നം സംഭവിക്കുന്ന രീതിയിൽ അവരെ സ്വഹാബത്ത് പഠിപ്പിച്ചു തന്ന ഖുത്ബയുടെ ഭാഷ മാറ്റി മലയാളത്തിലാക്കുവാനുള്ള ശ്രമം നടത്തുമ്പോൾ, അതേപോലെ തന്നെ മഹാന്മാരായ മഖ്ദൂമമാർ, മഹാന്മാരായ ഉലമാക്കൾ ഇവിടെ പഠിപ്പിച്ചു തന്ന വിശുദ്ധ ദീനിന്റെ ഏതേത് വിശ്വാസങ്ങളുണ്ടോ അതൊക്കെ ഇവിടെ തെറ്റാണ്, ശിർക്കാണ്, കിർക്കാണ് എന്നൊക്കെ പറയുവാൻ തുടങ്ങിയപ്പോഴാണ് മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ മഹാനുഭാവന്റെ നേതൃത്വത്തിൽ ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പണ്ഡിത സഭ രൂപീകരിച്ചത് ഇവിടുത്തെ പുത്തൻ പ്രസ്ഥാനം രംഗത്ത് വന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനങ്ങൾ ആലപിക്കപ്പെടുന്ന മൗലിദിന്റെ സദസ്സുകളെ ഇങ്ങനെ 1925 കാലങ്ങളില് നമുക്കറിയാം ഇവിടെ വന്നുകൊണ്ട് മാലയും മൗലിദും ശിർക്കാണെന്ന് പറഞ്ഞവരാ എറിയാട് സ്കൂളിൽ വെച്ചുകൊണ്ട് മൗലിദ് പാടിയതും മൗലിദ് ആഘോഷിച്ചതും അന്നദാനം നടത്തിയതുമൊക്കെ ചരിത്രത്തിലെ രേഖയിലുണ്ട്. പ്രിയമുള്ളവരെ, ഇങ്ങനെ മഹാന്മാര് നമ്മെ പഠിപ്പിച്ചു തന്നത് എന്തിനേറെ നമുക്ക് മുമ്പിൽ കഴിഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കള്, ഉമറാക്കള്, ഉലമാക്കള് ഇവരൊക്കെയും വിശുദ്ധ ദീനിൽ നിന്നുകൊണ്ട് പുറത്താണ് ശിർക്കാണെന്ന് പറയുമ്പോൾ നാം ഒക്കെ സിനയിലൂടെ ഉണ്ടായ ആളുകളാണെന്ന് പറയേണ്ടി വരും, അല്ലേ? പ്രിയമുള്ളവരെ, ഇങ്ങനെ മഹാന്മാർ പഠിപ്പിച്ചു തന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന വിശ്വാസധാര, അതിനെ ഏതെങ്കിലും ഭാഗങ്ങൾ അടർത്തിയെടുത്തുകൊണ്ട് നമ്മെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരിക്കലും ഒരൊറ്റ മഹല്ലിവാസി പോലും മഹാന്മാരായ പണ്ഡിതന്മാരുടെ വാക്കുകളെ നാം എന്നും അനുസരിച്ചിട്ടുള്ളവരാണ്. മഹാന്മാരായ സാദാത്തുക്കളുടെ വാക്കുകളെ എന്നും അനുസരിച്ചിട്ടുള്ളവരാണ്. ഏതെങ്കിലും ബ്രിട്ടീഷ് ചാരനായ ഹംഫർ വിസർജിച്ചിട്ട് പോയ ഏതെങ്കിലും പുത്തനാശയം ഇവിടെ കൊണ്ടുവന്നാൽ നമ്മൾ മൈൻഡ് ചെയ്യണ്ട. നാം നോക്കേണ്ടത് കേരളക്കരയില് വിശുദ്ധ ഇസ്ലാം പ്രചരിപ്പിച്ചതും പഠിപ്പിച്ചതുമൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാരാണ്, അല്ലേ? മമ്പുറം സയ്യിദ് അലവി തങ്ങൾ, വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു പരിശുദ്ധ മദീനയിൽ പോയി റൗളത്തുൽ മുശറഫയിൽ എന്നുകൊണ്ട് ഹബീബായ നബി തങ്ങളുടെ മദ്ഹ് ചൊല്ലിയ സ്വല്ലല്ലാഹു എന്ന മൗലിദ് ഓതിയ മഹാനാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇങ്ങനെ നാം വിശ്വസിച്ചു പോരുന്ന നമ്മുടെ വിശ്വാസധാരെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ മഹാന്മാര് പഠിപ്പിച്ചു തന്ന ഇബാറത്തുകൾക്ക് കട്ടുകൊണ്ട് നമ്മെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ആരും ഈ വെരിഫിക്കേഷനിൽ വീണുപോകരുത്. നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ പൂർവ്വസൂരികളായ മഹാന്മാരായ പണ്ഡിത ജ്യോതിസുകള് അവർ നമുക്ക് മുമ്പിൽ കൊളുത്തിവെച്ച വിശുദ്ധ ഇസ്ലാമിന്റെ ചരിത്ര പാരമ്പര്യത്തിന് 1400 വർഷത്തിന്റെ പൈതൃകമുണ്ട്, പാരമ്പര്യമുണ്ട്. ഒരു 100 വർഷമോ
അല്ലെങ്കിൽ 50 വർഷമോ ആയിട്ടുള്ള പുത്തൻ പ്രസ്ഥാനമല്ല. ഇത് ഹബീബ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുകൊണ്ട് ദീൻ പഠിച്ച മഹാന്മാരായ സ്വഹാബത്ത് നമ്മെ തന്നതാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഉസ്താദുമാരുടെ, ഏതെങ്കിലും മഹാന്മാരുടെ വാക്കുകൾ നാം വളരെ വ്യക്തമായി കൊണ്ട് ഞാൻ പറയുകയാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന സുന്നി ആദർശം, അതിൽ ഒരാൾ പോലും തെറ്റിദ്ധരിക്കരുത്. അവിടെ ഒരു പ്രസംഗം കേൾക്കുമ്പോൾ എന്താണ് അവിടെ പറയുന്നത്, ഒന്ന് പോയി നോക്കാം അവർ പറയുന്നത് എന്താണെന്ന്. പോയിരുന്നു കൊണ്ട് അത് കേട്ടുകൊണ്ട് ആദ്യമൊക്കെ മോശമായി സൂയിൽ ഖാത്തിമ വന്നു പോകും. പ്രിയമുള്ളവരെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇങ്ങനെയുള്ള വാറോലുകള് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വർഷങ്ങളായി കൊണ്ട് നടന്നുകൊണ്ട് എല്ലായിടത്തും കൂട്ടി അതെ എല്ലാവരും അവസാനിപ്പിച്ച ജിന്നുകൂടിയിട്ട് തമ്മിൽ ശിർക്കാരോപണമായിക്കൊണ്ട് കേരളക്കരയില് വഹാബി പ്രസ്ഥാനം, സലഫി പ്രസ്ഥാനം, മുജാഹിദ് പ്രസ്ഥാനം തകർന്ന് തരിപ്പണമാക്കി സക്കറാത്തിന്റെ ഹാലിൽ 8 കഷ്ണമായി ചിഹ്നിച്ചു തരിയ ഘട്ടത്തിലാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഹബീബ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി നാം മനസ്സിലാക്കേണ്ടത്, പ്രിയപ്പെട്ട മഹല്ല് നിവാസികളെ, നാം ഏറ്റവും ഗൗരവത്തോടുകൂടി അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന നമ്മുടെ ആദർശം അത് ശരിക്കും നാം മനസ്സിലാക്കുവാൻ, നാം പഠിക്കുവാൻ ശ്രമിക്കണം. ഇവിടെ ഉസ്താദ് അവറുകൾ വളരെ വ്യക്തമായി കൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശങ്ങൾ ഇവിടെ വിശദീകരിക്കപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാൻ യഥാർത്ഥമായ മഹാന്മാരെ പഠിപ്പിച്ചു തന്ന പാന്താവിൽ അടിയുറച്ചു നിൽക്കുവാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതലായി ഞാൻ പ്രസംഗിക്കുന്നില്ല. ഇതിനെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, ഈ പ്രസ്ഥാനം രംഗപ്രവേശം ചെയ്ത കൊടുങ്ങല്ലൂരില് മാടവന പ്രദേശത്ത് പഠിച്ചവനായതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് കൂടുതലായി വഹാബി പ്രസ്ഥാനം എറിയാട് നടത്തിയ മൗലിദ് സദസ്സിനെ സംബന്ധിച്ചൊക്കെ അവരുടെ മാസികകളും അവരുടെ പ്രസിദ്ധീകരണങ്ങളും അതേപോലെ തന്നെ മൗലവിമാരുടെ മാല അറബിയിലും മലയാളത്തിലും ഒക്കെ ഈ മാലയുടെ അതേ രീതിയിൽ ഉമർ മൗലവിയുടെ മാലയൊക്കെ നമുക്കറിയാം കേരളത്തില് സർവ്വവ്യാപകമായി കൊണ്ട് ലഭിക്കുന്നതാണ്. നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അയ്യൂബ് മുസ്ലിയാർ ഉസ്താദുകളൊക്കെ പ്രഭാഷണം നടത്തുവാനുണ്ട്. അബ്ദുൽ ഹമീദ് ഫൈസി ഉസ്താദ് ഇവിടെ എത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ സംരംഭത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ സ്വർഗ്ഗലോകത്തും അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ വാക്യത്താൽ ഈ മഹത്തായ സംഗമം ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. നമ്മുടെ ഉസ്താദ് അവറുകൾ വരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശങ്ങൾ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തരുവാനും ദീർഘകാലം വിശുദ്ധ ദീനിൽ ഖിദ്മ ചെയ്യുവാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. നമ്മൾ ഏവരും ആകാംക്ഷയോടുകൂടെ കാത്തിരുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സിംഹഗർജനം ബഹുമാന്യനായ അമ്പലക്കടവ് ഉസ്താദ് അവറുകൾ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ പരിപാടി 10,000-കണക്കിന് ആളുകളാണ് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയല്ല
നമ്മുടെ പരിപാടി ഇസ്ലാമിക് ക്ലാസ് റൂമിൽ തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ട്. വിദേശത്തുള്ള ആളുകളൊക്കെ ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. സത്യവും അസത്യവും വേർതിരിക്കുന്ന ഒരു പുണ്യ സദസ്സാണ് നമ്മൾ ഒത്തുചേർന്നിട്ടുള്ളത്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഉസ്താദ് അവറുകൾ വിഷയാവതരണം നടത്തുന്നതിന് മുമ്പ് ഒരു ആമുഖ ഭാഷണം നടത്തുന്നതിന് വേണ്ടി ബഹുമാന്യനായ അയ്യൂബ് മുസ്ലിയാർ അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി. ബഹുമാന്യനായ നാം ഏവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസി അമ്പലക്കടവ് സദസ്സിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദീർഘമായ ഒരു ആമുഖ പ്രഭാഷണം എന്തുകൊണ്ടും ഇവിടെ ആവശ്യമില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. നമ്മുടെ വിഷയങ്ങൾ യഥാവിധി മനസ്സിലാക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് സദസ്സ് വേദി ഞാൻ വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബത്തിലൂടെ താബിഈങ്ങളിലൂടെ സലഫുസ്സാലിഹീങ്ങളായ പണ്ഡിത പരമ്പരകളിലൂടെ വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും പിൻബലത്തിൽ നാളിതുവരെ അണമുറിയാത്ത അല്ലാഹുവിൽ നിന്നുള്ള ദിവ്യ സന്ദേശങ്ങളുടെ സമാഹാരം നമ്മുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചതെന്ന് എന്റെ സമുദായം ഒരു കാലഘട്ടത്തിൽ 73 വിഭാഗമായി ഛിന്ന ഭിന്നമാകുമെന്നും ആ 73 വിഭാഗത്തിൽ 72 വിഭാഗവും നരകത്തിന്റെ അവകാശികളാണ്, ഒരു വിഭാഗം ആളുകൾ മാത്രമാണ് സ്വർഗത്തിന്റെ അവകാശികൾ എന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു വേദി ഇവിടെ സംഘടിപ്പിക്കപ്പെടേണ്ടി വന്നത്. ഒരു രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയോ അതല്ല മറ്റ് വ്യക്തികളെ ഹനിക്കാൻ വേണ്ടിയോ അല്ല ഇത്തരം ഒരു സദസ്സ് നമ്മുടെ നേതാക്കന്മാര് പല തിരക്കുകളും ഒഴിവാക്കി നമ്മിലേക്ക് കടന്നു വന്നത്. ഇത് ദുനിയാവിന്റെ വിഷയമല്ല, ഇത് ആഖിറത്തിൽ രക്ഷപ്പെടേണ്ട വിഷയമാണ്. ഈ ആഖിറത്തിൽ രക്ഷപ്പെടേണ്ട ഒരു വിഷയമായതുകൊണ്ടാണ് ഇത്തരം ഒരു വേദി സംഘടിപ്പിക്കപ്പെടേണ്ടി വന്നത്. അതുകൊണ്ട് ഇത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ്. ലോകത്തിന്റെ നാനാഭാഗത്തും കേരളക്കരയിൽ 100 വർഷക്കാലമായിട്ടുള്ളൂ എങ്കിലും ലോകത്ത് ഖവാരിജുകൾ തുടങ്ങി പ്രവാചകന്റെ കാലഘട്ടത്തിന് ശേഷവും ഒരുപാട് ബിദ്ഈ പ്രസ്ഥാനങ്ങൾ ലോകത്ത് നിലവിൽ വരികയും ആ പ്രസ്ഥാനങ്ങൾ കാലത്തിന്റെ കരുത്തേറിയ ആഞ്ഞടികളെ അതിജീവിക്കാൻ കഴിയാതെ കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്ത ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെയും വഹാബി പ്രസ്ഥാനത്തിന്റെയും ഗതി അതുതന്നെയാണ്. ഞാൻ ആധികാരികമായി പ്രസംഗിച്ചാൽ വിഷയം എവിടെയും എത്താത്തത് കൊണ്ടാണ് എവിടെയും തൊടാതെ സംസാരിക്കുന്നത്. ഈ ബിദ്ഈ പ്രസ്ഥാനത്തിന്റെ തുടക്കം അസാസീർ എന്ന് പറയുന്ന ലഈനായ ഇബ്ലീസ് തുടങ്ങി വെച്ചതാണ് വാസ്തവത്തിൽ. ഇവിടെ പ്രശ്നവും അതാണ്. അല്ലാഹുവിന്റെ ഹബീബ് സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് എന്ന് പറയുന്ന ഈ മുജാഹിദിന്റെ അതേ വാദഗതി തന്നെയാണ്
ലോകത്താദ്യമായി മനുഷ്യകുലത്തിന്റെ പിതാവായ ആദം നബി അലൈഹിസ്സലാമിനെ ഒന്ന് ആദരിക്കാനേ അള്ളാഹ് അസാസീലിനോട് പറഞ്ഞുള്ളൂ. ഫസ്ജുദൂ ലിആദം ഫസജദൽ മലായികതു കുല്ലുഹും മജ്മഊന ഇല്ലാ ഇബ്ലീസ് അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. ആദം നബി അലൈഹിസ്സലാമിനെ ആദരിച്ചുകൊണ്ടൊന്ന് സുജൂദ് ചെയ്യാൻ പറഞ്ഞ ഇബ്ലീസ്, എനിക്ക് ആദം നബിയെ സുജൂദ് ചെയ്ത് ആദരിക്കാൻ കഴിയില്ല എന്നാണ് ഇബ്ലീസ് പറഞ്ഞത്. അള്ളാഹുവിനെ ആരാധിക്കൂലെന്നോ, അള്ളാഹുവിനെ സുജൂദ് ചെയ്യില്ലെന്നോ, അള്ളാഹുവിന്റെ ഏകത്വത്തിൽ വിശ്വസിക്കുകയില്ല എന്നോ, തൗഹീദിൽ വിശ്വസിക്കുകയില്ല എന്നോ, അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് അവൻ ഒരു കുറവും കാണിക്കാത്ത ആ ഇബ്ലീസ് ചെയ്ത ഒരേ ഒരു തെറ്റ്, ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹ് ബഹുമാനിച്ചതുകൊണ്ട് അവനോടൊന്ന് ബഹുമാനിക്കാൻ പറഞ്ഞവൻ ബഹുമാനിച്ചില്ല. ഇതേ കാര്യം തന്നെയാണ് ഇന്ന് അഭിനവ മുജാഹിദുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ഉസ്താദിന് പറയാനുള്ളത് കൊണ്ട് സഹോദരന്മാരെ ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് പ്രസ്ഥാന ബന്ധുക്കൾ, ഒരുപാട് പ്രസ്ഥാനത്തിന്റെ ആളുകൾ പല ആശയങ്ങളും ആദർശങ്ങളും പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുകയും നമ്മളത് കേൾക്കുകയും ചെയ്യുമ്പോൾ അടുത്തുള്ള ഉസ്താദുമാരുടെ അടുക്കൽ വന്നിട്ട് അതിന്റെ യഥാവിധി എന്താണെന്നൊന്ന് ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു മനസ്ഥിതി മാത്രം നമുക്കുണ്ടായാൽ മതി. എങ്കിൽ നാം അവരിൽ പെട്ടുപോവുകയില്ല. അവർ പറയുന്ന ഓരോ വാചകതികളും ഇസ്തിഗാസയും തവസ്സുലും മൗലീദ് പാരായണങ്ങളും അതുപോലെ ജുമാ ഖുത്ബയും ജുമാ ജമാഅത്തും അതുപോലെയുള്ള ഓരോ കാര്യങ്ങളും ഇത് ഇസ്ലാമിന് നിരക്കാത്തതാണെന്ന് പറയുമ്പോൾ അത് നിരക്കുന്നതാണോ എന്ന അറിവുള്ള പണ്ഡിതന്മാരോട് ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് സംശയം തീർക്കണം. അല്ലെങ്കിൽ ഇബ്ലീസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്, അവനിങ്ങനെ കൽപ്പിച്ചുകൊണ്ടിരിക്കും. അത് പറയുന്നത് കുറച്ച് ശരിയില്ലേ, അവർ പറയുന്നത് കാര്യമില്ലേ എന്ന് നമ്മുടെ ഹൃദയത്തിൽ സംശയം ഉണ്ടായാൽ മതി, നമ്മുടെ ഈമാൻ പോക്കറ്റടിച്ചും. ആ സംശയങ്ങൾ ദൂരീകരിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം. അതിനുവേണ്ടിയുള്ളൊരു വേദിയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. യഥാർത്ഥമായ ദീനിന്റെ പാത മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്ന സച്ചരിതരായ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി നമ്മുടെ അടുത്ത പ്രദേശമായ എടമുക്ക് എന്ന സ്ഥലത്തു നിന്നും എത്തിച്ചേർന്നിട്ടുള്ള അഷ്റഫ് എന്നൊരു സഹോദരൻ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചൊരു കവിത അദ്ദേഹം തന്നെ എഴുതിയുണ്ടാക്കി അദ്ദേഹം തന്നെ ഈ പുണ്യമായ സദസ്സിൽ അവതരിപ്പിക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓർമ്മകൾ പൂക്കുന്ന മാസം റബീഉൽ അവ്വൽ എന്നൊരു പ്രവാചക കവിത ഇവിടെ ആലപിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നടക്കുന്ന ഈ പരിപാടിയുടെ നോട്ടീസ് എന്റെ പള്ളിയിലെത്തിയപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ എത്തിയത് ഇൻഷാ അല്ലാഹ് ഇവിടെ എത്തണമെന്ന്. അത് ഇന്നലെയാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അങ്ങനെ ഓടിപ്പാഞ്ഞെത്തിയപ്പോൾ ഇന്നാന്ന് പറഞ്ഞു. വഴി അറിയാതെ കണ്ടൊക്കെ സ്ഥലം അറിയാതെ കണ്ട് ഞാൻ നമ്മളെ ബഹുമാനപ്പെട്ട ഖത്തീബിന്റെ പള്ളിയിലൊക്കെ എത്തി. ഒരാളോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞു എവിടെയാണ് സ്ഥലം. ഇപ്പൊ ഇരിക്കുന്ന ജനങ്ങളിൽ എന്നെ അറിയുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ ഇവിടെ, നിങ്ങളെ ഖത്തീബാണ് സദഖത്തുൽ അസ്ഹർ മാത്രമേ അറിയുള്ളൂ, ബാക്കി ആരും അറിയില്ല. അറിഞ്ഞു പറഞ്ഞുള്ളൂ, ഇൻഷാ അല്ലാഹ് അറിയും. എന്തായാലും അൽഹംദുലില്ലാഹ് ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. പിന്നെ ഒരു ചെറിയ വായനയും ചെറിയ ചിന്തയും അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന സർഗശേഷിയുടെ ഒരു ഫലം മാത്രമാണ് കവിതയായിട്ട് രൂപപ്പെട്ടു വരുന്നത്. അൽഹംദുലില്ലാഹ് സന്തോഷമുണ്ട്. ഈ ചെറിയൊരു മനുഷ്യന്റെ മനസ്സിൽ നിന്ന് വരുന്നതാണ്. പോരായ്മകൾ ഉണ്ടാവാം, കേൾക്കുന്നവര് സദയം പൊറുക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഞാനത് ആലപിക്കട്ടെ. വരികളിലേക്ക് ശ്രദ്ധിക്കുക. റബീഉൽ അവ്വൽ എനിക്ക് ആനന്ദമാണതൻ,
മാനസം പൂക്കുന്ന മാസമാണ്. മായാതെ നിൽക്കുമൻ മാനസത്തോപ്പില് മഹമൂദ് നബിയുടെ പൂസുഗന്ധം. സൗഭാഗ്യധന്യമാ ജീവിതത്തെയോ പിൻപറ്റിയോരിലും ചൈതന്യമേ മരുഭൂത്താമര പൊന്മകനാം പ്രപഞ്ചത്തിൻ പ്രകാശമേ പങ്കിലനാമൻ പാദചലനം പാപമുക്തമാക്കാൻ കൈത്താങ്ങേകണേ. റബീഉൽ അവ്വൽ എനിക്കാനന്ദമാണതൻ മാനസം പൂക്കുന്ന മാസമാണ്. മായാതെ നിൽക്കുമൻ മാനസത്തോപ്പിലെ മഹമൂദ് നബിയുടെ പൂസുഗന്ധം. അത്യുന്നതിച്ചൗന്നത്യമേകാനുത്തുംഗ സോപാനമേറി അത്യുദാരനല്ലാഹുവിന്ന ഗതിയാണ് ത്വാഹ നബി. സമഗ്രമാം പ്രവാചക ജീവിതമൊരുദ്യാനമാണതിലൂടൊന്നിറങ്ങി നടന്നാൽ അനുരാഗമല്ലാതെ മറ്റൊന്നും മുളപൊട്ടുകില്ല. മുഅ്മിനിൻ ലക്ഷണമൊത്താലില്ലാരിലും ലക്ഷ്യമിലെത്താനൊരു കടമ്പയും. ഒരായസ്സിരുന്നത്തോടിയാലും തീരുകില്ലാത്തറിവുകളാൽ സമ്പന്നമാണവിടുന്നിൻ മൊഴിരത്നങ്ങൾ. ജീവിതമോ വഴിത്താരയിലെ കൽവിളക്കുകളും വികലമോ വ്യാകുലമോ അല്ല പ്രവാചകരും ചര്യാചരിതം. പള്ളിമേടയിലെ പ്രബോധകനും വഴിത്താരയിലെ ഹസ്തദായകനും അങ്ങാടിയിലെ നേരിന്റെ നേർക്കാഴ്ചയും കുടുംബാങ്കണത്തിലെ കൗതുകവും കാര്യസ്ഥതയും രണാങ്കണത്തിലെ പോരാളിയും സിംഹാസനാരോഹിതനും ന്യായാധിപനും. കേവലമല്ലിതൊന്നും കാലാനുവർത്തിയായ ആവർത്തനത്താൽ അനുധാവനത്തിനനുയോജ്യമാണ് പ്രവാചകചര്യ. സ്വലാത്തെന്നാൽ നേർച്ചപ്പാട്ടല്ല അനുസ്മരണയും അനുധാവനവുമാണത്. സ്വലാത്തെന്നാൽ നേർച്ചപ്പാട്ടല്ല അനുസ്മരണയും അനുധാവനവുമാണത്. മാനവിക മൂല്യങ്ങളിലേക്കു മാത്രമല്ല സൃഷ്ടി വൈചാത്യങ്ങളിലേക്കു വിരൽ ചൂണ്ടി സൃഷ്ടാവിൻ വൈഭവങ്ങളെ തെര്യപ്പെടുത്തലും സാഷ്ടാംഗമല്ലാതെ ഇല്ലൊരനുസ്മരണവുമെന്നോർമ്മപ്പെടുത്തലുമെന്നറിവോളമൊക്കുമോ മറ്റേതു സൗഭാഗ്യവും. മുഅ്മിനിൻ ലക്ഷണമൊത്താൽ ലക്ഷ്യമിലെത്താനൊരു നടവഴിയുടെ അകലം മാത്രം. മുഅ്മിനിൻ ലക്ഷണമൊത്താൽ ലക്ഷ്യമിലെത്താനൊരു നടവഴിയുടെ അകലം മാത്രം. അനുരാഗത്തിൻ അദ്ഭുത പ്രവാഹമേ ഹബീബേ അങ്ങേക്കുമേരൂരമൊഴുകട്ടെ നിത്യം സലാം. റബീഉൽ അവ്വൽ എനിക്കാനന്ദമാണതൻ മാനസം പൂക്കുന്ന മാസമാണ്. മായാതെ നിൽക്കുമൻ മാനസത്തോപ്പിലെ മഹമൂദ് നബിയുടെ പൂസുഗന്ധം. ബഹുമാന്യനായ ഉസ്താദ് അവരുടെ പ്രഭാഷണമാണ്.